വേദനിപ്പിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ തന്നാൽ കഴിയാവുന്നത് ചെയ്യാറുള്ള ഒരു സെലിബ്രിറ്റിയാണ് സീമാജി നായർ. മാതാപിതാക്കളിൽ നിന്നുമാണ് ഈ സ്വഭാവം ലഭിച്ചതെന്നും സീമാജി നായർ പറഞ്ഞിരുന്നു. ക്യാൻസർ ബാധിതയായ രേണു സുധിയെ വിളിച്ചിരുന്നെന്നും നേരിൽ കണ്ടുവെന്നും പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി സീമാജി നായർ. രേണു ഇപ്പോൾ കടന്നുപോകുന്ന അവസ്ഥ ദുഷ്കരവും അതികഠിനവുമാണെന്നും അതിനെ അതിജീവിക്കാൻ രേണുവിന് കഴിയട്ടെയെന്നും സീമ പറയുന്നു. അസുഖത്തിന്റെ വേദനയിലുപരി അവരെ വേദനിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആളുകളുടെ ചീത്ത വാക്കുകളും ശാപവാക്കുകളുമാണെന്നും സീമ വ്യക്തമാക്കുന്നു. ആ അസുഖം ആർക്കും വരില്ലേ എന്ന് പ്രാർത്ഥിക്കാറുള്ളതാണ്. എന്റെ അമ്മയ്ക്കും ഇതേ അസുഖമായിരുന്നു. പല വേർപാടുകളും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലെന്നും സീമ കുറിച്ചിരുന്നു. ഞാൻ രേണുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയോ രേണുവിന്റെ വീഡിയോ കാണുന്നയാളോ ആയിരുന്നില്ല. പക്ഷേ രേണുവിന് ക്യാൻസർ ആണെന്നറിഞ്ഞ ദിവസം മുതൽ അവരെ വിളിക്കാനും കാര്യങ്ങൾ അറിയാനും ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം രേണുവിന്റെ അടുത്ത് പോയിരുന്നു. രേണുവിനെ കണ്ടിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും കടന്നു വന്ന ഇത്തരത്തിൽ ഒരുപാട് പേർ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇന്നലെ വരെ അവർ ആരെന്നോ എന്തെന്നോ അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. പക്ഷേ ഈ അസുഖം എന്താണെന്നും അതെങ്ങനെയാവും എന്നറിയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ആർക്കും ഈ അസുഖം വരുത്തല്ലേ എന്നാണ്. നിരവധി പേരുടെ കൂടെ ഞാൻ യാത്ര ചെയ്തു. എന്റെ അമ്മയ്ക്കും ഇതേ അസുഖമായിരുന്നു. പല വേർപാടുകളും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നുമില്ലതാനും. ഇന്നലെ വരെ ഒരാളുടെ തണലിൽ ജീവിച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് അയാൾ ഇല്ലാതാകുമ്പോൾ മുന്നോട്ട് ഇനിയും ജീവിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിൽ അവനവന് പറ്റുമെന്ന് അവർക്ക് തോന്നുന്ന ജോലി ചെയ്യാൻ ശ്രമിക്കും. കാണേണ്ടവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് തിരസ്കരിക്കാം. ആരുടെ കൈയും കാലും പിടിച്ച് എന്റെ വർക്ക് നിങ്ങൾ കണ്ടേ മതിയാകൂ എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ അവർ ജീവിതത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതാവാം. രേണുവിന് അസുഖമായി കഴിഞ്ഞ് അവരുടെ വീഡിയോ കണ്ടപ്പോൾ അതിന്റെ താഴെ വന്ന നെഗറ്റീവ് കമന്റ് മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തി. എന്തിനാണ് നമ്മൾ ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത്? ഈ അസുഖം ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ തെറി വിളിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇതുണ്ടാകാം. ചിലപ്പോൾ അവസാന നിമിഷമാകാം ഇതറിയുന്നത്. എന്തിനാണ് അവരെ തെറി വിളിക്കാൻ നമ്മൾ മത്സരിക്കുന്നത്? അവർ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ദുഷ്കരമാണ്, അതികഠിനമാണ്. അതിനെ അതിജീവിക്കാൻ രേണുവിന് കഴിയട്ടെ. അസുഖത്തിന്റെ വേദനയിലുപരി അതിന്റെ കാഠിന്യത്തിലുപരി രേണു പുറത്തു പറഞ്ഞില്ലെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള തെറിവിളികളും ശാപവാക്കുകളും ആവാം. അതുകൊണ്ട് പറയുവാണ്, അവരെ വെറുതെ വിടൂ. ക്യാൻസറിനോട് പൊരുതി അവർ തിരിച്ചു വരട്ടെ. ഇതായിരുന്നു സീമയുടെ വാക്കുകൾ. സീമാജി നായരുടെ ഈ പോസ്റ്റിനും വിമർശനങ്ങളും ഉണ്ടായി. പിരിവ് തുടങ്ങാനും പണം നേടാനും വേണ്ടിയായിരുന്നു ഈ കുറിപ്പെന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ. പോസ്റ്റിന് പിന്നാലെ വന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി പുതിയ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സീമാജി നായർ. കഴിഞ്ഞ ദിവസം രേണു സുധിയെക്കുറിച്ച് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. അതിൽ ഞാൻ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ചും അതിന്റെ അവസ്ഥയെക്കുറിച്ചുമാണ്. അല്ലാതെ രേണുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അല്ല. അത് പല മീഡിയകളും ഏറ്റെടുത്ത് അവരുടെ ശൈലിയിൽ എഴുതി തുടങ്ങി. പല വാക്കുകളും വളച്ചൊടിക്കപ്പെട്ടു. അതിൽ ചില കമന്റുകൾ വന്നു. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഷീജ റാണി, പ്രൊഫൈൽ ലോക്കാണ്, എഴുതി, ഞാൻ പിരിവ് തുടങ്ങും, പാതി ഞാൻ എടുക്കും, പാതി അവർക്ക് കൊടുക്കും, പ്രശസ്തി എനിക്കുമെന്ന്. ഷീജ റാണിയോട് ഒരു വാക്ക്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ട് ഞാൻ പിരിക്കാൻ ഇറങ്ങിയിട്ടില്ല. ആർക്കും വേണ്ടിയും പിരിക്കാറില്ല. സഹായങ്ങൾ അവരവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിലേക്കാണ് ആരെയും സഹായിക്കുന്നെങ്കിൽ സഹായിക്കുക. അതെടുക്കാനും കൈകാര്യം ചെയ്യാനും അവർക്ക് മാത്രം അധികാരം. ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും ആ വീടുകളിൽ ഒരു പ്രശ്നം വന്നാൽ ആദ്യം അവർ എന്നെയാണ് വിളിക്കുക. പിന്നെ സെലിബ്രിറ്റികളെ മാത്രമാണ് മൈൻഡ് ചെയ്യുകയെന്ന് ചിലർ. സത്യത്തിൽ ചിരിയാണ് വരുന്നത്. ഏകദേശം 34 വർഷങ്ങൾക്ക് മുന്നേ ഒരു സെലിബ്രിറ്റിയും അല്ലാതിരുന്ന കാലത്ത് എൻ്റെ അമ്മയെയും കൊണ്ട് RCCയുടെ വരാന്തകളിൽ ഇരുന്ന വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുവെങ്കിൽ സെലിബ്രിറ്റികളെക്കാൾ കൂടുതൽ സാധാരണക്കാർക്കാണ് ചെയ്യുന്നത്. അറിയുന്നത് കലാരംഗത്തുള്ളവരുടെ കാര്യമാണ്. ഞാൻ ആർക്കും ശല്യമാകുന്നില്ലല്ലോ, ആരെയും ശല്യപ്പെടുത്താനും വരുന്നില്ല. ഒരു വശത്തുകൂടി ഇങ്ങനെ ജീവിച്ചു പൊയ്ക്കോട്ടെ. ഒരു നേരത്തെ മരുന്നെങ്കിലും സുഖമില്ലാത്തവർക്ക് മേടിച്ചു കൊടുക്ക്. വിശപ്പിന് ഒരു നേരത്തെ ആഹാരം കൊടുക്ക്. ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ ചിലവ് കൊടുക്ക്. പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്ക്. വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് 3 സെന്റ് സ്ഥലം മേടിച്ചു കൊടുക്ക്. വീടില്ലാത്തവർക്ക് ഒരു വീട് വെച്ചു കൊടുക്ക്. എല്ലാവരുടെയും പേരെഴുതാൻ പറ്റില്ല. കൈവിരലുകളുടെ തുമ്പത്ത് ഒരു ഫോണും കീബോർഡും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നും എഴുതാമെന്നും കരുതരുത്. ഇതിലേതെങ്കിലും ചെയ്തു കൊടുത്തിട്ട് എന്നിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യൂ. ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഇന്നുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല എന്നുമായിരുന്നു സീമാജി നായരുടെ മറുപടി.